ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗസ്റ്റ് ഷെഫ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് റീജിയണൽ ക്യൂസിനെ കുറിച്ചിട്ട് കുറേ ക്ലാസ് എടുക്കാനും ഫുഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും വന്നതാണ്. അപ്പോൾ പുള്ളി കുറേ റീജിയണൽ ഫുഡ് ഉണ്ടാക്കി. അതിനകത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കീമ റൈസ്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കടുക് പൊട്ടിച്ച് ചെറിയ ജീരകം, ഫസ്റ്റ് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് ഓണിയൻ. ഈ ഓണിയൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി വരണം. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബ്രൗൺ ആയതിനു ശേഷം അതിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും മട്ടണും നല്ല ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ പച്ച സ്മെല്ല് ഒന്ന് പോകണം. അതിനുശേഷം നമുക്ക് മട്ടൻ്റെ മിൻസ് ഇടാം അതിനകത്ത്. എന്നിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സിയറായി വരണം. അതിനുശേഷം ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കൊരു 10 to 12 മിനിറ്റ് വേവിക്കാം. ഇതേ നമ്മുടെ മട്ടൺ വെന്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടാൻ വേണ്ടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, പിന്നെ ക്രഷ് ചെയ്ത കുരുമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഉപ്പ്, വിനാഗിരി, ഓയിൽ, പിന്നെ ബാസ്മതി റൈസ് ആയി വരുമ്പോഴത്തേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കീമ ഉണ്ടല്ലോ അതുകൊണ്ടും കൂടി നമുക്ക് ചൂടാക്കാം. ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില. നമ്മൾ റൈസ് ഫുൾ ഡൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇളക്കുമ്പോഴത്തേക്ക് ഉടയാണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ. കുറച്ചും കൂടി മല്ലിയിലിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മട്ടൻ കീമ റൈസ് റെഡി. Always remember this, everybody can cook and everybody has to cook. It came out really nice.